ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ല, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മാത്രമല്ല നല്ല ടേസ്റ്റാണ്. ഇത് ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിനെ ഞാനൊരു ബൗളിൽ 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുന്നുണ്ട്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായി എടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡാണ്. ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത്രയും മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യം വരില്ല. ഈ തേങ്ങ ഒന്ന് നമ്മൾ കുഴച്ചൊന്ന് ലഡുവായി ഉരുട്ടിയെടുക്കാൻ ആവശ്യമായ മിൽക്ക് മെയ്ഡ് മാത്രം മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ചായിട്ട് നമുക്കൊന്ന് കുഴച്ച് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന പാകമാണോ എന്ന് നോക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡ് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്കിതിങ്ങനെ ഉരുട്ടിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാൻ 5 ലഡു ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ളതിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. കളർ ചേർക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്തതാണ്. നിങ്ങൾക്ക് കളർ ആവശ്യമില്ലെങ്കിൽ നമുക്ക് വൈറ്റ് മാത്രമാക്കി ഉണ്ടാക്കിയെടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ ചെറിയ ലഡു ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ വൈറ്റ് ലഡുവിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ഈ ലഡു ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അളവിൽ ഒരു 12 ലഡു കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോക്കനട്ടിലിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, മാത്രമല്ല കഴിക്കാൻ അതിനേറെ ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നതിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.